ഇതൊരു നാടകമായാലോ? ഡോക്ടർ എം.എ. സിദ്ദിഖ് എഴുതിയ പ്രിയപ്പെട്ട മുത്തശ്ശിക്ക് എന്ന ബാലസാഹിത്യ നോവലിന്റെ നാടക ആവിഷ്കാരവുമായി എത്തുന്നത് റെബേക്ക മറിയം ചാക്കോ, ഹരിനം, സിദ്ധി എ. നായർ, മാർത്ത മേരി ചാക്കോ എന്നിവരാണ്. നാടകം പ്രിയപ്പെട്ട മുത്തശ്ശിക്ക്. എന്റെ പേര് അമ്മു. എന്റെ കുഞ്ഞിലെ അച്ഛനും അമ്മയും എന്നെ വിട്ടുപോയി. അവർ മരിക്കുന്നതിനു മുമ്പ് എനിക്കൊരു വർണ്ണ പുസ്തകം സമ്മാനമായി തന്നിരുന്നു. നിങ്ങൾക്കറിയാമോ, അതിൽ അച്ഛന്റെയും അമ്മയുടെയും മണമുണ്ട്. അതുകൊണ്ട് ഈ പുസ്തകത്തിൽ അവർ കാണുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഞാൻ എല്ലാ വിശേഷവും ഈ പുസ്തകത്തോട് പറയും. അപ്പോൾ അവർ കേൾക്കുമല്ലോ. ഞാനിപ്പോൾ എൻ്റെ മുത്തശ്ശിയോടൊപ്പമാണ്, എൻ്റെ പ്രിയപ്പെട്ട മുത്തശ്ശിയോടൊപ്പം. അമ്മുവേ, നീ എവിടെയാ? ഞാൻ ഇവിടെയുണ്ട് മുത്തശ്ശി. മോളെ, പള്ളിക്കൂടത്തിൽ പോകാൻ സമയമായില്ലേ? വേഗം കാപ്പി കുടിച്ചിട്ട് പോകാൻ നോക്കൂ. ശരി മുത്തശ്ശി. സൈലൻസ് പ്ലീസ്. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. എന്റെ കയ്യിലിരിക്കുന്ന ഈ പേന കണ്ടോ? ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയുന്ന ആളിന് ഈ പേന സമ്മാനമായി കിട്ടും. ചോദ്യം ഇതാണ്: ഭൂമിയിലെ ഏറ്റവും വലിയ പക്ഷി ഏതാണ്? പരുന്ത്. കുയിൽ. കുരുവി. അമ്മു എന്താ ഒന്നും പറയാത്തത്? അമ്മുവിന് ഉത്തരം അറിയാമോ? അറിയാം ടീച്ചർ. കൂട്ടുകാരാരെങ്കിലും പറഞ്ഞാൽ അവർക്ക് സമ്മാനം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് പറയാത്തതാ. അവർക്കാർക്കും അറിയില്ല മോളെ, നീ തന്നെ പറയൂ. ഒട്ടകപ്പക്ഷിയല്ലേ ടീച്ചർ? മിടുക്കി. മോളിങ് വാ, ഇതാ സമ്മാനം. എല്ലാവരും അമ്മുവിനൊരു കയ്യടി കൊടുത്തേ. പള്ളിക്കൂടം വിട്ട് വരാനുള്ള സമയമായിട്ടും അമ്മുവിനെ ഇതുവരെ കണ്ടില്ലല്ലോ. ഹായ് മുത്തശ്ശി, കാത്തിരുന്ന് മടുത്തോ? എന്താ അമ്മു ഇത്രയും വൈകിയത്? സ്കൂൾ വിട്ടതിന് ശേഷം ഞാൻ സച്ചിനോടൊപ്പം പുഴയിൽ മീൻ കാണാൻ പോയതാണ്. പിന്നെ എനിക്കിന്ന് സ്കൂളിൽ നിന്നൊരു പേന സമ്മാനം കിട്ടി. മിടുക്കി. മോള് കൈയും കാലും കഴുകിയിട്ട് വാ, മുത്തശ്ശി കഞ്ഞി എടുത്ത് വെക്കാം. ശരി മുത്തശ്ശി. ഇതാണോ അമ്മുവിന്റെ വീട്? അതെ. ആരാണ്? ഞാൻ അങ്ങ് ദൂരെ പട്ടണത്തിൽ നിന്ന് വരികയാണ്. അമ്മുമോൾ പഠിക്കുന്ന സ്കൂളിൽ പോയിരുന്നു. അവളെ പോലൊരു മിടുക്കി സ്കൂളിൽ വേറെ ഇല്ലെന്നാണ് ടീച്ചർമാർ പറയുന്നത്. അത് കേൾക്കുന്നത് തന്നെയാണ് എൻ്റെ സന്തോഷം. എന്നാൽ ഇതാരാണെന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഞാനങ്ങ് പട്ടണത്തിൽ നിന്ന് വരികയാണെന്ന്. അവിടെ ഞങ്ങൾ കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന ഒരു സ്ഥാപനമുണ്ട്. കുട്ടികൾ എന്ന് പറഞ്ഞാൽ ജീവിക്കാനും പഠിക്കാനും ഗതിയില്ലാത്തവർ. അവർക്ക് നമ്മൾ പഠിക്കാനും താമസിക്കാനും സൗകര്യം ചെയ്തു കൊടുക്കും. അവളുടെ ഭാവിയുടെ കാര്യമാണ്. മുത്തശ്ശി അവളെ വിടണം. അവൾക്കതിന് സമ്മതമായിരിക്കില്ല. അതറിയാം. മുത്തശ്ശിയാണ് അവളെ പറഞ്ഞ് സമ്മതിപ്പിക്കേണ്ടത്. അവളുടെ വലിയ ഭാവിയുടെ കാര്യമാണ്. എനിക്കൊന്ന് ആലോചിക്കണം. അമ്മച്ചി, ഇതിനൊക്കെ അത്ര ആലോചിക്കാൻ കാര്യമുണ്ടോ? നല്ലതാണെന്ന് കണ്ട കണ്ണുടച്ച് സമ്മതിക്കേണ്ട കാര്യവാ ഇതൊക്കെ. നിങ്ങളാണെങ്കിൽ ഇതാ കുന്തം വിഴങ്ങിയ കണക്കിരിക്കുന്നു. അവൾക്കവിടെ എന്നാ കുറവ് വരാനാ? സ്കൂളിലെ പഠിത്തം, പുതിയ പുതിയ കുപ്പായങ്ങള്, കിടക്കാൻ നല്ല സ്ഥലം, അവളെ പോലത്തെ ഒത്തിരി കൂട്ടുകാര്. എങ്കിലും എനിക്കൊന്ന് ആലോചിക്കണം. അമ്മുവിനൊരു നല്ല കാലം വരുമ്പോ അത് അമ്മച്ചിയുടെയും നല്ല കാലമാണെന്ന് കരുതിക്കോണം. മാസാമാസം ഒരു തുക ഇവിടെ എത്തും. അതും ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ ഒരു സേവനമാ. അതുകൊണ്ട് അമ്മച്ചി ഒരു കാര്യം ചെയ്യണം. പെങ്കൊച്ചു വരുമ്പോ അവളെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണം. എന്തായാലും ഞാൻ രാവിലെ അങ്ങ് വരാം. അവളെ ഒരുക്കി നിർത്തിയേക്കണേ. ഇതാണല്ലേ നീ പറഞ്ഞ പെങ്കൊച്ച്? ഇവളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഒരമ്മൂ മക്കളവി മാത്രമേ ഉള്ളൂ. അതാണെങ്കിൽ തിരക്കി വരത്തുമില്ല. ഹോ, ഞാൻ എന്തൊക്കെ കള്ളം പറഞ്ഞിട്ടാണെന്നറിയോ ഇവളെ ഇങ്ങോട്ടൊന്ന് കൂട്ടിക്കൊണ്ടുവന്നത്? അത് നന്നായി. അപ്പോൾ ആരും തിരക്കി വരില്ലല്ലോ. ഇതാ ഞാൻ പറഞ്ഞ കാശ്. എവിടെയാണ് എന്റെ സ്കൂൾ? ഇനി നിന്റെ സ്കൂളും വീടും ഒക്കെ ഇതാണ്. മര്യാദയ്ക്ക് മുതലാളി പറയുന്ന കാര്യങ്ങൾ കേട്ട് ചെയ്ത് ഇവിടെ കഴിഞ്ഞോണം. എങ്കിൽ നിനക്ക് കൊള്ളാം. മുതലാളി, ഞാൻ പോണേ.
എവിടെയാണ് നിന്റെ നാട്? അങ്ങ് ദൂരെയാ. നാട്ടിലേക്ക് പോവാൻ നിനക്കറിയാമോ? അറിയില്ല, എനിക്ക് പേടിയാ. പേടി നല്ലതാ, പേടി വേണം. അതെങ്കിലും ഉള്ളത് കൊണ്ട് നീ ഓടിപ്പോവില്ലല്ലോ. ഞാൻ പറയുന്നതും കേട്ട് ഇവിടെ നിന്നാ നിനക്ക് കൊള്ളാം, അല്ലെങ്കിൽ ഞാൻ ആരാണെന്ന് നീ അറിയും. പഠിക്കാനാണെന്ന് പറഞ്ഞ് കൊണ്ടുവന്നെന്നെ പറ്റിക്കുകയായിരുന്നു. വലിയൊരു വീട്ടിലെ അടുക്കളപ്പണി ചെയ്യാനായിരുന്നു എന്നെ കൊണ്ടുവന്നത്. ഈ വിവരം എങ്ങനെയാണ് മുത്തശ്ശിയെ അറിയിക്കുക? ദൂരെയുള്ളവർക്ക് കത്തെഴുതാമെന്ന് ടീച്ചർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട മുത്തശ്ശിക്ക്, മുത്തശ്ശി പറഞ്ഞതുപോലെ ഒന്നുമല്ല കാര്യങ്ങൾ. ഇവിടെ സ്കൂളിൽ ചേർക്കാനൊന്നുമല്ല എന്നെ കൊണ്ടുവന്നത്. ഇവിടുത്തെ ജോലിക്കാരിയാണ് ഞാൻ മുത്തശ്ശി. എന്റെ ദേഹം കണ്ടില്ലേ? നിറച്ചു മടി കിട്ടിയ പാടുകളാ. നേരെ തിന്നാൻ പോലും കിട്ടില്ല. അതുകൊണ്ട് ഈ കത്ത് കിട്ടിയാലുടൻ മുത്തശ്ശി ഇവിടെ വന്ന് എന്നെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകണം. പിന്നെ ഉണ്ടല്ലോ മുത്തശ്ശി, എനിക്കന്ന് കിട്ടിയ സമ്മാനപ്പേനയുണ്ടല്ലോ, അത് വെച്ചാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. പിന്നെ ഒരു കാര്യം, കത്ത് കിട്ടിയാൽ മുത്തശ്ശി വരാൻ താമസിക്കരുത്. അന്ന് രാവിലത്തെ ട്രെയിനിൽ കയറിയിരുന്നാൽ മതി. ഒരു വലിയ പട്ടണത്തിലെത്തും. അവിടുന്ന് കുറെ നടന്നാൽ ഞാൻ താമസിക്കുന്ന വീട്ടിലെത്തും. എന്തായാലും മുത്തശ്ശി വരണേ, വന്ന് എന്നെ ഇവിടുന്ന് രക്ഷിക്കണേ, അല്ലെങ്കിൽ ഞാൻ ചത്തുപോകും. വരണേ മുത്തശ്ശി, മറക്കരുതേ. മുത്തശ്ശിക്കെന്റെ 1000 ഉമ്മ. സ്വന്തം അമ്മു. കത്തെഴുതിയാൽ പേര്, വീട്ടുപേര്, സ്ഥലം എന്നിവ എഴുതണമെന്നാണ് ടീച്ചർ പറഞ്ഞിട്ടുള്ളത്. മുത്തശ്ശിയുടെ പേരെന്താണ്? എല്ലാവരും മുത്തശ്ശി എന്നാ വിളിക്കാറ്. മുത്തശ്ശി എന്ന് തന്നെ എഴുതാം. വീടിന്റെ പേര്, വീടിന് പേരുണ്ടോ? അങ്ങനെ ഒരു പേര് വിളിച്ച് കേട്ടിട്ടില്ലല്ലോ. വീടെന്ന് തന്നെ വെക്കാം. പിന്നെ സ്ഥലം, അതൊരു ഗ്രാമം എന്നാണ് എല്ലാവരും പറഞ്ഞ് കേട്ടിട്ടുള്ളത്. അപ്പോൾ ഗ്രാമം എന്ന് തന്നെ എഴുതാം. മുത്തശ്ശി, വീട്, ഗ്രാമം. ദൈവമേ, ഈ കത്ത് മുത്തശ്ശിയുടെ കയ്യിൽ തന്നെ കിട്ടണേ. എല്ലാവർക്കും നാടകം ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇനി അഫാൻ എം എസ്, നന്ദാകൃഷ്ണൻ എന്നിവർ കീബോർഡിൽ വായിക്കും.